വല്ലാത്ത ജാതി. ആ കിട്ടിയോട്ടെ. എന്താ വലിപ്പുണ്ടോ? വാ കറുവപ്പല്ല. ഇതാണ് കടുങ്ങാലി എന്ന് പറയുന്ന മീൻ. ഹായ് ജയമാറ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഒരു കവറ്, ഒരു ചൂണ്ട ഒക്കെ ആയിട്ട് ഞാൻ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളൂ. കടുങ്ങാലി പിടിക്കാൻ വേണ്ടിയിട്ട് പോകണം. കടുങ്ങാലി പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടലിടാൻ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോരി, ചൂണ്ടലൊക്കെ എടുത്ത് പോരി. ഉണ്ടോ? ചൂണ്ടലിടാണ്ടോ? എന്നാൽ പോരി, ചൂണ്ടലൊക്കെ എടുത്തോ. ഒക്കെ എടുത്തോളി. എല്ലാവരും കൂട്ടുണ്ട്. കുട്ടികളൊക്കെ പോകുന്നോട്ടെ, ഒരു രസമായിട്ട്. രസീകാരം. അപ്പോൾ ഇത് എൻ്റെ വില്ലേജ്. നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടലൊക്കെ കൊണ്ട് തോട്ടിക്ക് പോരി, ഞാൻ ഉണ്ടാവും ഇവിടെ. ഇവിടെ എന്താ വെച്ചാൽ ഈ റോഡിന് ചെറിയൊരു വഴുക്കലുണ്ടാവും കേട്ടോ. ശ്രദ്ധിക്കണം. മലന്നടിച്ച് വീണാലേ പണി കിട്ടും. തോട്ടിക്ക് പോകാൻ ഇതല്ലാതെ പിന്നെ റോട്ടിൽ കൂടെ പോകണം. വെരി ടാസ്ക് കേട്ടോ. അയ്യോ ശരാവകാതൊക്കെട്ടെ. വീണ് കഴിഞ്ഞാൽ എന്തിനു നന്ന്. പതുക്കെ പോകാം. എന്തായാലും പതുക്കെ പോകുമ്പോൾ ചെറിയ വികലല്ലേ വീകുള്ളൂ, വലിയ വികല വീകില്ലല്ലോ. ഇത് ടാസ്ക്കാണ്. നമുക്കിതിലേക്ക് അറിയാലോ. ഇതിലേക്ക് പുല്ലിൽ കൂടെ പോവാം. ഓക്കെ. അപ്പോൾ ഇത് വഴി ഇറങ്ങിയിട്ട് പോകണം നമ്മൾ. എടന്മാരെ ഇതാ നമ്മൾ ചൂണ്ടിടാൻ പോരുണ്ടോ? എന്നാ കുറച്ച് പുയരാഴ്ച പോരിട്ടോ. ആരവിടെ? രമേശോ? ഓക്കെ, പോയിട്ട് വരാടാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ തോട് ലക്ഷ്യം വെച്ചങ്ങനെ നടക്കുക. ചെറിയൊരു വഴിയാണ്. തോടിൻ്റെ പറ്റിനെത്താനായിട്ടുണ്ട്. വല്ലതും കിട്ടുമല്ലോന്നൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ. നമ്മളിതും ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പക്ഷെ കിട്ടണം നമുക്ക്. അപ്പോഴല്ലേ അതിൻ്റെ രസമുള്ളൂ അല്ലേ? കിട്ടണം. തോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ കലങ്ങിക്കണോ? കലങ്ങിയാലേ മീൻ കിട്ടുള്ളൂ. നമ്മളെ പഞ്ചായത്ത് കിണറാണ്. വെള്ളമല്ലേ, ഈ വെള്ളമാട്ടോ നമ്മൾ കുടിക്കണേ. വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ്. ഇതാണ് നമ്മുടെ ഒരു തോട്. മറുതോടത്. 2 തോടാണുള്ളത്. ഈ വീട്ടിൽ നിന്ന് കിട്ടി നടക്കുന്ന പോകാൻ പാലുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലേ. ഇപ്രാവശ്യത്തെ എൻ്റെ ആദ്യത്തെ അത് താഴ്ചയുണ്ട്. ആദ്യത്തെ ചൂണ്ടിടലാണ്. നല്ല മണലടാ. മണലാണ് തോട്ടിൽ. എന്താ മണലൊക്കെ ആദ്യമൊക്കെ കോരിയിരുന്നു. ഇപ്പം മണൽ വരാൻ വേണ്ടി പാടില്ലല്ലോ. ആദ്യമൊക്കെ ഇവിടുത്തെ വീടുകൾക്കൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മണലൊക്കെ തന്നെ എടുത്തിരുന്നത്. നമ്മൾ പിടിക്കാൻ പോകുന്ന മീൻ കടുങ്ങാലിപ്പേരിൽ ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടേക്കും. ആ ഒരു മീനിൻ്റെ ആദ്യമാണ് ഞാൻ ഇവിടെ വെച്ചാലോ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു ടൈപ്പ് മീനാണ് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നാക്കുകളുണ്ട്. അത് നന്നായിട്ട് പിടിക്കുന്ന ആളുകളൊന്നും നമ്മുടെ കണ്ണൻ രമേശൊക്കെ നല്ല രീതിയിൽ പിടിക്കും. അപ്പോൾ അവരോട് ഇന്നലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. കിട്ടുമല്ലോ എന്നുള്ളത് കണ്ടറിയാം. എന്തിനും മീൻ കൊത്തിയാൽ തന്നെ കിട്ടുള്ളൂ. തോടൊക്കെ കയറി 2ാമത്തെ തോടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഇവിടെയാണ് ഞങ്ങൾ നെറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചില്ലറ ഭക്ഷണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാറ്. തോട് നല്ല രീതിയിൽ കലങ്ങിയിരിക്കണം. കണ്ണനുണ്ട് പാലത്തും കേട്ടോ. സുന്ദരമായ നാട്. 3-4 പൈക്കളും കൂടി ഉണ്ടായപ്പോൾ ടൂട്ടു ആയി. പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മൾ മേലേക്കാണ്. കുറച്ചുകൂടി മേലോട്ട് പോകണം. ഒരു 2 മണിക്കൂർ നേരത്തെ പരിപാടിയാണ്. അപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. ഒരു 12 മണിക്ക് അവസാനിപ്പിക്കും കേട്ടോ. ഷൂ ഇട്ട് പോന്നാൽ മതിയായിരുന്നു. അല്ല, പാമ്പും ഉണ്ടാവാം. പാമ്പൊന്നും ഇവിടെയൊന്നും വല്ലാതെ റിപ്പോർട്ട് ചെയ്യില്ല. ഇവിടെ ഉണ്ട്, പക്ഷേങ്കിൽ അത് മലമ്പാമ്പൊക്കെയാണ്. അപ്പോൾ ഈ നേരത്തെ അങ്ങനെ വല്ലാതെ ഉലാത്തി നടക്കുന്നില്ല. സുന്ദരമായ പാടത്താ. എന്താ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി. അങ്ങനെ ഞാനൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് റെഡി ആക്കല. അപ്പോൾ ഈ ഒരു കവറിനകത്ത് നമ്മൾ കുട എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കോഴിക്കുടലാണ് തൽക്കാലം ഒന്ന് ടെസ്റ്റിങ്ങിന് അടിച്ചു നോക്കണേ. കൈ നാറും, നല്ല സ്മെല്ലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇത് ശരിക്കും കോഴിക്കുടലുകൊണ്ട് ഇന്നലെ രാത്രിയിൽ നമ്മുടെ കണ്ണന് ചൂണ്ടയിട്ടപ്പോൾ അവന് അത്യാവശ്യം തിരക്കില്ലാത്തൊരു 3-4 കിട്ടിയിട്ടാ. ഞാൻ പിന്നെ അപ്പോഴേക്ക് വീഡിയോ എൻ്റെ വൈൻഡപ്പാക്കി പോയി. ഇല്ലെന്നാണെങ്കിൽ ഡെയിലി വ്ലോഗിൽ ഞാൻ കാണിച്ചായിരുന്നു കോഴിക്കുടൽ. എൻ്റെ മാലത്തൊക്കെ ഒന്നും വേണ്ടട്ടാ. നമുക്കൊരു ചെറിയൊരു പൊട്ട് മതി. എത്ര ഓർക്കുന്നുള്ളൂ. ആ ഒരു കൊക്കൊക്കെ കറക്റ്റാക്കിയിട്ടുള്ളൊരു അളവിലെടുത്തിട്ട് നമുക്ക് ഇട്ടോക്കാം. ഓക്കെ, കൈമലാവും ഇത് നല്ല. പിന്നെ പൊങ്ങ് റെഡിമെയ്ഡ് പൊങ്ങാണ്. ഈ പൊങ്ങാണ് നല്ലത്. പൊങ്ങൊക്കെ അത്യാവശ്യത്തിൽ നീളത്തിൽ ഇട്ട് കൊടുക്കാം.
വെള്ളത്തിൻ്റെ ഒരു അളവനുസരിച്ചൊക്കെയാണ് ഇടേണ്ടത്. ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട്. പൊങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇട്ടോ കഞ്ഞി. അങ്ങനെ നമ്മുടെ കഞ്ഞിക്കൊയ്ത്ത് നടക്കാൻ വേണ്ടി പോവാണ്. കഞ്ഞിക്കൊയ്ത്ത് ഓക്കെ. ചെങ്ങന്മാരെ ഞാൻ മാത്രമല്ല കേട്ടാ, ഞാൻ ഇവിടെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ കുത്തണില്ല. നമ്മുടെ കോഴിക്കോടെല്ലാം ചേഞ്ച് ആക്കണം. സച്ചു ഉണ്ട്, അബിയുണ്ട്, സോനു ഉണ്ട്, സനു ഉണ്ട്. ആ പോണറ്റി അതിലെ അതിലോ പോവുകയാണ്. ഇവിടെ 2 കൊത്തി കടുങ്ങാലിയാണ് എൻ്റെ ലക്ഷ്യം. പക്ഷേ എങ്കിൽ ഇതുമ്മേ കുടലുമ്മ കൊത്തുണ്ട്. അപ്പോൾ ചെങ്ങന്മാരെ നമ്മുടെ ഇര മാറ്റണം. ഇര മാറ്റണമെങ്കിൽ നമുക്കിനി പുൽച്ചാടിനെ കിട്ടണം. പുൽച്ചാടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കടുങ്ങാലി അറിയണ മീൻ പുൽച്ചാടി അതവിടെ പുൽച്ചാടി എന്ന് പറയുന്ന സാധനത്തിനെ കടുങ്ങാലി മീൻ മാത്രമേ കൊത്തുള്ളൂ. വലുത് മതി ഇട്ടിച്ച്, ചെറുത് വേണ്ട. ഞാൻ നോട്ടെ, ചെറുതാ അത് വേണ്ട, ഒഴിവാക്ക്. കുട്ടികളെ വേണ്ട, നമ്മൾ മുതിർന്നവരെ മാത്രം ഉണ്ട്. അത്ര വലിപ്പമുള്ളൊന്നും വേണ്ട കേട്ടോ. വലുതുണ്ടോ നോക്കി ഇറങ്ങി നടന്ന് നോക്കി. നല്ല വലുതല്ല, ഒരു മീഡിയം വലിപ്പം. പെരും വലുതൊന്നും കിട്ടൂല. അപ്പോൾ വലുതായി വരുന്നല്ലേ ഉള്ളൂ. ഒരു തത്തപ്പതിനെ പിടിച്ചാൽ വരും എല്ലാവരും. പതിന് ചാടും. അബി ആ ക്യാമറ കൊണ്ടുപോവാ. എത്ര വലിപ്പമുണ്ട്? അത് വേണ്ട. അതൊക്കെ സൊട്ടാളല്ലേ, വലുതുണ്ടാവും. ഇതിലെങ്ങനെ ചാടണം ശ്രദ്ധിച്ചോളട്ടാ. ചാടി ഇങ്ങനെ പോവും. ഇത് അത്യാവശ്യം തിരക്കടില്ലേ. പക്ഷേ എങ്കിൽ ഇത് കിടക്കണ കിടപ്പ് നമ്മളെ എന്താ പറയുക മുള്ളിലാണ്, തൊട്ടാവാടി. അതാക്കണ ഈ സൈസ് വേണം. വേണ്ട, ഇത്ര വലിപ്പയിലും വേണം. അത് കോർത്തിട്ടോളി നിങ്ങളേമേ. ഓക്കെ നോട്ടെ. അത് കൊഞ്ച സിന്നതാർക്ക് കുറച്ചുകൂടി വലുത് വേണം കേട്ടോ. കുറച്ചുകൂടി വലുത് പിടിച്ച് എടാ എനിക്കിട്ട്. ഇത് കണ്ണിലൊന്നും ആക്കരുത് കേട്ടോ. കണ്ണ് തുള്ളിയാണ്, കണ്ണിലൊന്നും ആക്കാൻ പാടില്ല അത് ശരിക്ക്. ഓക്കെ. ഒരു ചെറിയൊരു ചാറ്റലമായ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കൊത്തുണ്ട്, കോഴിക്കോടലുമ്പോൾ തന്നെ കൊത്തണുള്ളൂ. പുയറിട്ട് നോക്കി, അതുപോലെ തന്നെ പുൽച്ചാടി ഇട്ട് നോക്കി, അതിലൊന്നും കൊത്തണില്ല. പുൽച്ചാടിനെ ചെറുതേ കിട്ടണുള്ളൂ. തോണ്ടൊക്കെ തന്നെയാണ് പിള്ളേരൊക്കെ പോയിട്ട്. പിള്ളേർ ആ ഭാഗത്തേക്ക് തോട്ട് കൂടെ തന്നെ ചൂണ്ടിട്ട് അങ്ങനെ പോയിക്കണം. എവിടെ വരെ എത്തിയാവോ ആ ഭാഗത്തേക്കാണ് പോയിക്കണം. ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഇവിടെ കൊത്തുണ്ടൊക്കെ, വെറുതെ കൊത്ത് കളയണ്ടല്ലോ. നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ നമുക്ക് കൊത്തണില്ല. വെറുതെ കൊത്തിന്നു, അത് കടുങ്ങാലിൽ നീന്നു. എങ്കിൽ ആ മഴ ചാറിയതിനു ശേഷം പിന്നെ കൊത്തണില്ല. അപ്പം ഞാൻ ഇനി മേലേക്ക് തന്നെയാണ് പോകണം. മേലേക്ക് മേപ്പോട്ട് പോയോക്കാം. ഇതിലൊക്കെ കാട് വെട്ടിയോണ്ട് സുഖാട്ടോ പോവാൻ. ആര് വെട്ടിയതാണെങ്കിലും നന്നായി. ഇതാണ് ആ സ്ഥലം. നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന മീൻ അത്യാവശ്യം നല്ല ഒഴുക്കും വേണം. ഇവിടെ ഉണ്ടോ വെള്ളം ഇങ്ങനെ മറിയുന്നു. ഇത്തരം സ്പോട്ടേക്കാണ് അവർ പറഞ്ഞത്. എനിക്കത് പിടിച്ചാണ്ട് യാതൊരു പരിചയമില്ല. ശ്രമിച്ചു നോക്കണം. പഠിക്കലും കൂടിയാണത്. അവസാനം ഗുരു വന്നിരിക്കുകയാണ്. ഞാനും ശ്രമിച്ചോട്ടെ, രമേശാണ്. എനിക്ക് ശ്രമിച്ചു നോക്കെ. പൊത്തുന്നുണ്ട്, കാരണം അവർ കിട്ടണില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നേക്ക് വേണം. സംഗതി സ്പോട്ട് ഓക്കെ അല്ലേ? ഇത് പറഞ്ഞ മാതിരി വെള്ളം ഇങ്ങനെ കയറി മറിയാ, ചാടി മറിയാ ഒക്കെ ഉണ്ട്. നമ്മളെ സ്ഥലം വീണ്ടും മാറ്റി. ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അതായത് ഇപ്പോൾ പടവ് കാര്യങ്ങളൊക്കെ വന്നു. ഇതൊന്ന് പ്ലോട്ടാക്കി തിരിക്കാൻ തോണ്ടിക്ക് നമ്മളവിടെ പാലത്തിങ്ങിലായിരുന്നു, ആ വീടിൻ്റെ ഫ്രണ്ടിൽ. അവിടെ നിന്ന് പോകുന്നു. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് തുണി വരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അന്ന് തോട്ടിൽ കൂടെ നടന്നു പോയിട്ട് അവിടെയായിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തത്. അങ്ങനെ വന്ന് ഇവിടെ എത്തിക്കണ അറിയാം. ഇനി എവിടേക്കൊക്കെ പോകേണ്ടി വരാമോ. വേറെ ഷോക്കാണ്. നമുക്ക് മീൻ അങ്ങനെ ചൂണ്ടുമ്പോൾ കിട്ടാനായില്ല. ഞാൻ പിന്നെ ഉച്ച വരെ ഫ്രീ ആണ്. അപ്പോൾ പിന്നെ ഒരു ടൈം എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാൻ എഴുതിയിട്ടാണ്. ഓൾ ടൂൾസ് ആയിട്ട് വണ്ടിമേ കയറുകയാണ്. ഇവിടെ പൊത്തണില്ല. അപ്പോൾ ഞാൻ അടുത്ത ഏരി പിടിക്കാം. റൈറ്റ്. ഇതൊന്നും ആദ്യം ഈ കോൺക്രീറ്റ് വഴി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ഞങ്ങളുടെ മെയിൻ ഏരിയ എന്നതൊക്കെ നമ്മുടെ പിള്ളേരാണ് മുന്നിലെ പാഞ്ഞുകൊണ്ട് മെയിൻ ഏരിയ. ഇതിലൊക്കെ വീടുകളൊക്കെ വന്നപ്പോൾ വൻ സെറ്റായി. രമേശ് ബൈക്കായിട്ട് വന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. നമുക്ക് നടക്കാതെ പാലത്തേങ്ങൊക്കെ എത്താൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ കുറച്ച് നേരം പാലത്തേങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ രസമാക്കി ആകെ 1 മണിക്കൂർ കൂടി നമുക്ക് ചൂണ്ടിടാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിസി ആവും. ഓക്കേടാ. ഓഹോ, അവിടെ കിട്ടാത്ത ആള് വേറെ ആരൊക്കെ ഉണ്ടല്ലോ അവിടെ ചൂണ്ടിട്ടിരിക്കണം. നല്ല കാറ്റുണ്ട്, കാറ്റെടുക്കണ്ടാവും. ഇവിടെ എവിടെയും ഇടാണ്ട് ഗ്യാപ്പുണ്ട് സാർ. ഇവരിക്കും കൊടുത്തോ. ഓക്കെ.
അപ്പോൾ ഇവിടെ എത്തിക്കണം. അടുത്ത പരിപാടി ഇവിടെ. അയ്യാ വസിയ പോയി വാ റിച്ചു അബി. ഇവിടെ എവിടെ പറയണേ? അടിയിക്കോ? പാലത്തിന്റെ അടിയിക്ക്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അമ്പാനാവും. ഓക്കെ. ഇവിടെ ഈ ഒരു സ്വീപ്പ്. വെരി ഗുഡ്, സൂപ്പർ ഏരിയ. രമേശൊക്കെ സ്വന്തമായിട്ട് ചൂണ്ടലും കൊണ്ട് വന്നു കേട്ടോ. ഇന്നലെ കണ്ണനും പ്രസാന്തൊക്കെ പിടിച്ചിക്കണ്. അത് പറയരുത് അല്ലേ രമേശേ? പിടിക്കട, ഒന്നേലും പിടിക്ക്. കാണികൾ കൂടിയാ കിട്ടൂല. ഈ അബ്ബിയൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ പോണ അബ്ബിയായി അങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. വെള്ളം കൊണ്ടുവന്നോണ്ടേ ദാഹത്തിന് വെള്ളമുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഇട്ട് വെച്ചേക്കണം. പക്ഷേ ഞാൻ ഇവിടുന്ന് സ്പോട്ട് മാറ്റിയിട്ട് നൈസായിട്ട് അവിടെ ഒരു പാലം കാണുന്നുണ്ട്, ചെറിയൊരു പാലം. അങ്ങോട്ട് പോകണം. അവിടെ നിന്ന് ഇന്നലെ കണ്ണ രണ്ട് കടുങ്ങാൽ പിടിച്ചു. എന്താണ് അപ്പോൾ ചെറിയൊരു കടുങ്ങാലിനെ രമേശ് വലിച്ച് കയറ്റിയിട്ടുണ്ട്. ഒന്നോട്ടെ ആ ചൂണ്ടലും ഒന്ന് പൊന്തിച്ചാ. വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. കുറുന്തല. ഇത് കടുങ്ങാലി കൂട്ടാൻ പറ്റൂല, കടുങ്ങാലി കൂട്ടാൻ പറ്റൂല. കൊള്ളാം. അപ്പൊ ഒന്നിട്ടില്ലേ? അവിടേക്ക് അടന്നോട്ടെ. ഓക്കെ, നമ്മളെ കവർക്കിടാം. അത് ഇങ്ങാക്കന്നെ തിന്നാം അല്ലേ? അവിടെ ഈ കവർക്കിടേ അല്ലെ? അവിടെ വെക്ക്, എൻ്റെ കജ്ജിലേക്ക് ഞാൻ ഇട്ടോ കേട്ടോ. ഓക്കെ, നോട്ടെ. ഒന്നുകൂടി കടിച്ചു തന്നാൽ എൻ്റെ കയ്യിൻ്റെ അത്ര ഉണ്ട്. അത്ര വലിപ്പമുണ്ടല്ലോ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം. അതാണ് ഇതിൽ കിട്ടണ്ടേ? ഓക്കെ അല്ലേ? ഒന്നിട്ടീരേ. അപ്പൊ ഞാൻ സസ്യായി. എല്ലാവരും പറയും എച്ച് കിട്ടൂല, അവിടെ നിന്ന് പിടിക്കണം. നമുക്കൊന്ന് കാണിച്ചു തരാം. നമുക്ക് കിട്ടിട്ടോ, നമുക്ക് നല്ലൊരു അടിപൊളി അടിച്ച പോലത്തെ താരം കിട്ടി. ക്യാമറ എടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഓരൊക്കെ എന്നെ കൂമാടിയതായിരുന്നു. പക്ഷെ കൂമാടലുമൊന്നും കാര്യമല്ല. ഇതേമാതിരി കിട്ടണം. കജ്ജിന്ന് ചാടരുതിട്ടാ, അപ്പൊ നമ്മളെല്ലാ പവറും പോവും. അതോട്ടെ. ഇനി ഇവിടെ നിന്ന് എൻ്റെ കജ്ജിൽ നിവർത്തി കാട്ടിക്ക. ഇവിടെ നിന്ന് എന്തായാലും ചാടൂല, കുറച്ചുകൂടി അങ്ങോട്ട് നിന്നോണ്ടേ. ഓ അടിപൊളി അല്ലേ വാട്ടാ? അതാണ് കടുങ്ങാലി അല്ലേ? അതാണ് കടുങ്ങാലി. ആട്ടെ. ഇനി പോയിരടിക്കേ പോയി പുൽച്ചാടി മേലാണ് നമുക്ക് കിട്ടിയത്. പോട്ടെ വേഗം ചെല്ലേ. അടിപൊളി. താങ്ക് യു. തോൽക്കാരം വന്നേ ഉള്ളൂ. കുറേ ഉണ്ട്. ഈ കേസ് ഫുള്ള് സാധനമാണ്. കറുവപ്പല്ല. ഇതാണ് കടുങ്ങാലി എന്ന് പറയുന്ന മീൻ. എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചാ എൻ്റെ കയ്യിൽ വെക്കുമ്പോണ്ട ഇത്രയും വലിപ്പമുണ്ട്. അത്യാവശ്യം വലിയ സൈസ് സാധനം അല്ലേ? കൊള്ളാം, അടിപൊളി. അത് പുൽച്ചാടി. സാധനം ഇവിടെ ആക്കണേ. രമേശിന് വീണ്ടും കിട്ടി. കയ്യിൽ ഇങ്ങനെ വെച്ചാ ആണ്ടാ. പക്ഷെ എന്നാലും വലുത് എനിക്ക് കിട്ടിയതിന് അതിൻ്റെ അത്ര വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്തായിട്ട് ഇട്ട് നോക്കട്ടെ. കുറച്ചു നേരം പൗഡർ എന്ന് പറഞ്ഞപ്പോ പൗഡർ കയറ്റി. മോനെ ബാവട്ടറിന് കയറ്റി. ചാടിച്ചല് കിട്ടിയില്ലേ? ബാവട്ടറിന് കയറ്റി. അങ്ങനെ അടിപൊളി. ബാവട്ടറിനും കയറ്റിട്ടാ സാധനം പിന്നെയും കിട്ടി. അതാണ് കടുങ്ങാലി പെരലെന്ന് പറയുന്നത്. ഓക്കെ. ബാവട്ടന് ആരെങ്കിലും ഒരു പേരും കൂടി കോർത്തിട്ടോളി. അത് അങ്ങോട്ട് കൊണ്ടുവരി. നമുക്ക് ഈ തെങ്ങിൻ്റെ വീട്ടിലേക്ക് കാണുന്നിടത്താക്കാം. കുപ്പിച്ചില്ലാണ്. നമുക്ക് അടുത്തൊന്ന് കേറിയിട്ടുണ്ട്. ചെക്കന്മാര് പുല്ലിക്ക് അടിയായി. കിട്ടിയ മോനെ? കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ കല്ലിൻ്റെ ഇടയൊക്കെ ഒന്ന്
ഇന്ന് 2-3 ആൾക്കാർ കജ്ജൂരി വല്ലാത്ത ജാതി. ആ കിട്ടിയെന്നോട്ടെ. എന്താ വലിപ്പുണ്ടോ? ആ ഇവാ ഓക്കെ അല്ലേ? നോടെ ഒന്നുകൂടി. ആ വീണ്ടും ചാടി ഓക്കേടാ. പൊക്കോളൂ. അടുത്ത ഇത് കൊണ്ടിരി ഏര കണ്ട വീണ്ടും കയറിക്കണം. അത് അത്യാവശ്യം വലിയ സാധനമാണ്. നമ്മളെ പിള്ളേർ ചാടിപ്പാഞ്ഞ് വരുന്നുണ്ട്. ചാടിപ്പാഞ്ഞ് വരുന്നുണ്ട്. ആ പിടി ശരിക്കും പിടി. കൊക്ക വേറെ കണ്ണിലും മൂക്കിലും തട്ടലിട്ടാ. ആ കൊക്ക കണ്ണിലും മൂക്കിലും തട്ടാതെ ഇങ്ങനെ പിടിക്ക്. അപ്പൊ അത്യാവശ്യം എത്ര എടാ നമ്മളത്? 6ാമത്തെ. അല്ല കൊക്കന് ഊര് കൊക്കൻ്റെ വൈക്കന് ഊര് അങ്ങനെ തന്നെ. യെസ് ഓക്കെ അല്ലേ? നോട്ടെ എൻ്റെ വലിപ്പം നോക്കട്ടെ. എൻ്റെ വലിപ്പം ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് എല്ലാവർക്കും. അല്ല അങ്ങനല്ല, നിവൃത്തിന് പിടിച്ചോ. ഇനി ചാടിയാലും എവിടേക്കും പോകുന്നില്ല. അവിടെ അല്ലേ പോകുള്ളൂ. ഇത് അത്യാവശ്യം വലുതല്ലേ നമുക്ക് കിട്ടിയത്. പിന്നെ വലുത് വലുതൊക്കെ ഞാൻ തന്നെ പിടിച്ചണേ. കൊച്ചാ വലുതൊക്കെ പിടിക്കണേ കേട്ടോ. ഓക്കെ. വെള്ളം കുടിച്ച് വരി. നമ്മളെ കുപ്പിയിൽ വെള്ളമല്ല അപ്പോൾ ആ കുപ്പിയിൽ ഇത് കുടിച്ചോളി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തരം മീനുകൾ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു ഒഴുക്ക്. ഞാൻ ഇവിടെ ഇടുന്നു, ഈ ഒഴുക്കിലിടുന്നു. ഈ ഒഴുക്കെന്നാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ പറഞ്ഞത്. ഞാൻ അവർ രണ്ടാളും മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവരെക്കൊന്ന് ഉപദേശം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അധികം ഈ ഒരു മീനിനെ പിടിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ നേക്കും മനസ്സിലാക്കിയിട്ടാണ്. പിള്ളേരും ഉണ്ട്, രമേശ് അപ്പുറത്തിടുന്നുണ്ട്, രമേശും ഉണ്ട്, അവിടെ സതീശനും ഉണ്ട്. ആ സതീശൻ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, എന്തിനും നമുക്കൊരു അറിവുള്ള ആളുകൾക്ക് നിന്ന് ഉപദേശം തേടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മനസ്സിലായല്ലേ? ഞാൻ അടുത്തതിന് പിടിക്കട്ടെ. ഇര കോർത്തിട്ടുണ്ട്. രണ്ടാമത്തെ പിടിക്കാനുള്ള രണ്ടാമത്തെ ഒന്നല്ല, നമ്മളിപ്പോൾ 4 പിടിച്ചു പോകുന്നു. 5ാമത്തേക്ക് പിടിക്കാനുള്ള വകുപ്പിൽ നീങ്ങി നോക്കട്ടെ. ഓക്കെ. ഇവലൊക്കെ പറയാൻ പറ്റി നടക്കുക. ചൂണ്ടുണ്ടായിക്കോളെ എങ്ങേമാരെ. ഇന്റെ കണ്ടാണ്ട് നോക്കണ്ട ടാബിയ. ഇന്റെ കണ്ടാണ്ട് നിങ്ങൾ ഇറങ്ങണ്ട. ആയിക്കോട്ടെ. കടുങ്ങാൽ ഇതിനൊക്കെ വലുതാകുക. നോക്കി നോക്കാത്. ഓരിക്കുള്ള മറുപടി വേറെ ടീം കൂടെ നമ്മളെ കൂമാടി. ഏത് കോരി പിടിച്ചതാണോ? ആ കുട്ടിയാട്ടനൊക്കെ ഓരിക്ക് അപ്പം തന്നെ ഞാൻ ഒറ്റൊന്നിനോട് വലിച്ചൊരു കയറ്റി. ഒരു വൈകുന്നേരം പോയി. ഇവലെ പറക്കൊക്കെ നല്ല ചൊറുക്കാരം. പക്ഷെ ഇവർക്ക് മീൻ കിട്ടൂല. ആ മത്തി കോർത്തിട്ടില്ലടാ. ഒന്ന് നേരത്തെ കൂമ്മടെ കേൾക്കണക്ക് മത്തി കോർത്തിട്ടുള്ള. എന്നാ പിന്നെ കാണിച്ചു കൊടുക്ക വീഡിയോയില്. ഇവനാണേ ബൊമ്പം ഈ ചോപ്പും കറുപ്പും. പൊങ്ങോ ഒന്നെടുത്തോ. എല്ലാവർക്കും കൊടുക്കല്ലോ കേട്ടോ. ആരായി പിന്നെ കയ്യും 3 ആകെ. പറയ് അഭിപ്രായം പറയ്. സെറ്റല്ലേ അല്ലേ? നിങ്ങളത് കാണാൻ ഞാൻ നിക്കണല്ലടാ. ഞാൻ പോകും നാട് വിടും ഞാൻ. ഓനക്കൊന്നിട്ടി വലുതെറ്റി. ഓനക്കൊരു വലുതെറ്റി. ബാബട്ടിന് വരെ കിട്ടി. ഇന്റെ ചൂണ്ടിലിട്ട് ബാബട്ടിന് വരെ കിട്ടി. അതല്ലേ പറയണേ, എല്ലാവർക്കും കിട്ടണ്ടേ. പക്ഷെ ബലിക്ക് കിട്ടൂല കേട്ടോ. ബലിക്ക് 2ആൾക്കും കിട്ടൂല. ചുട്ടു. അപ്പൊ ഇടുന്നുണ്ടോ? അപ്പൊ അനക്കിട്ടോടാ. ജിന്റെ പൊങ്ങെടുക്കണ്ട്. അനക്കിട്ടോ. പോറ്റെ നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയാണ് മക്കളെയും കൂട്ടിയിട്ട്. നമുക്കിപ്പോൾ കൊത്തണില്ലേ, നമ്മൾ അത്യാവശ്യം പിടിച്ചു കേട്ടോ. അതൊക്കെ തന്നെ ഉള്ളൂ കിട്ടുക. ഒരു 3-4 കിട്ടിയാൽ തന്നെ നല്ലൊരു കറിക്കുള്ള വകുപ്പായി. രമേശ് മുന്നിൽ പോകുന്നുണ്ട്. അതായത് നമ്മളുടെ കോച്ച് ആസാൻ. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇന്ന് വീഡിയോ തുടങ്ങുമ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് കാര്യങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടുക. എത്ര ആളുകൾ എഴുതിയിട്ടുണ്ട്. നാട്ടിലെ എല്ലാ ആളുകളും വന്ന് കവർ നോക്കുക, നമ്മളുടെ മീൻ നോക്കുക. അയ്യോ അതിൽ കിട്ടിയാണോ? കിട്ടിയാന്ന് പറയുമ്പോൾ എന്താ ആയി. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കാടിനകത്ത് തോട്, അതിലെങ്ങനെയാണ് തോട് വരുന്നത്. നമ്മളിവിടെ കയറിയിട്ട് ഇവിടെ ഏതൊരു കുണ്ടുണ്ട് എന്ന് രമേശ് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുണ്ടിക്കട പോയിട്ട് അതുകൂടി ഇട്ടിട്ട് നമുക്ക് കലാസാക്കാൻ പരിപാടി നിർത്താമെന്ന് എഴുതിയിട്ടാണ്. ഇവിടെയാണോ? ഓക്കെ. ഇതൊക്കെ പന്നികൾ ആർമാദിക്കണ സ്ഥലത്താ. നല്ല സ്പോട്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നടന്നങ്ങനെ പോവാണ്. പിള്ളേരൊക്കെ തോടിൻ്റെ താഴെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഓരോ ആളുകളുണ്ട്, ചെക്കന്മാരുണ്ട്. നമ്മളെ രമേശും ഉണ്ട്, സതീശനും ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ തോടിൻ്റെ പറ്റി പിടിച്ച് അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട
അവിടെ ഇതൊക്കെയാണ് സ്പോട്ട്. അപ്പുറത്തെ സൈഡ് നല്ല സ്പോട്ടാണ് അതിൻ്റെ. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് ഇട്ടാൽ കിട്ടൂല. ഇതാണെങ്കിൽ ഒരു തെങ്ങിൻ്റെ കട പോയി പോയതാണ്. നാളികേരം എത്ര കിടക്കണം, 3-4 നാളികേരമുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള മീൻ. 4-3 ഏണല്ലേ. ഇത് അത്യാവശ്യം വലുതാണ് ഈ 2 പിന്നെ ബാക്കിയൊക്കെ ഒരു ഇടത്തരം. അതിൽ ഏറ്റവും ചെറുതൊന്നും ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല കിടക്കുന്നത്. ഞങ്ങൾ വീണ്ടും പാലത്തെങ്ങൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് ജസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. കുട്ടികളൊന്നും ചോറ് തിന്നിട്ടില്ല. അതുപോലെ ഞങ്ങൾ പോകാതെ പോവില്ല. ഉണ്ടോ ഒരിങ്ങനെ വട്ടം കൂടി പത്രക്ക് തന്നെയാണ്. ചെങ്ങന്മാരെ ഞാൻ എൻ്റെ ചൂണ്ടയൊക്കെ മടക്കിയിട്ടുണ്ട്. മീൻ ഫുള്ളായിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. പിള്ളേരും കൊണ്ടുപോകട്ടെ, പിന്നെ രമേശിനും വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഓനെ നിങ്ങൾ ഇത് ഓന് കൊടുക്കുക, ഓന് ഇതോന് ഇതോന് കേട്ടോ. ഇത് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇതോന് കൊടുത്തോളൂ കേട്ടോ. അപ്പം തന്നെ മനസ്സിലായോ? നമ്മൾ അതിലിട്ട് കൊണ്ടേക്കോളി. എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്നാൽ മതി ആ കവറ് കേട്ടോ. ഓക്കെ, ഇത് ഓൻ്റെ കൊണ്ട് കൊടുക്കി, ഓൻ്റെ എടുക്കി ഒരാൾ. അപ്പം അങ്ങനെയെങ്കിൽ ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഇവിടുന്ന് തിരക്കിൽ നിർബന്ധമാണ്. നാളത്തെ നമ്മുടെ വീഡിയോ ഞാൻ ആലുവയ്ക്ക് യാത്ര പോവാണ്. അപ്പോൾ ആലുവ വീഡിയോ ആണ്. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വേറെ ഒന്നല്ല, വീട്ടിൽ കൊണ്ടൊരു കാര്യമില്ല, ആര്യൊന്നും കഴിക്കണില്ല. അപ്പോൾ പിന്നെ ഇവർ കഴിച്ചോട്ടെ. നമുക്ക് പിന്നെ ഒരു ദിവസം വീട്ടിലേക്ക് ഞാൻ ഉണ്ടാകുന്ന ദിവസം നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴേക്ക് രസമായിരിക്കും പരിപാടി. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബൈ.